മോദിയുടെ ഇപ്രാവശ്യത്തെ അമേരിക്കൻ സന്ദർശനവും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ മാനക്കേടാണ്. ഇന്ത്യ ഇത്രയും തല താഴ്ത്തേണ്ട ഒരു അവസ്ഥ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മൈ ഫ്രണ്ട് ട്രംപ് മോദിയെ പുല്ലുവിലയാണ് കൽപ്പിച്ചത് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ സഹിതം കണ്ടുകൊള്ളൂ. അമേരിക്കയിൽ ചെന്നിറങ്ങുന്നതിന്റെ മോദി തന്നെ പങ്കുവച്ച വീഡിയോ ആണ് ഇത്. പതിവ് പോലെ ആകാശത്തേക്ക് നോക്കി മേഘങ്ങളെയെല്ലാം കൈവീശി കാണിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇവിടെ മോദിയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ്. ട്രംപിന്റെ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പോലും മോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ലജ്ജാകരമാണ്. എല്ലാവരെയും സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ആളുകൾ വരും എന്നല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് മോദി അവകാശപ്പെടുന്ന ട്രംപാണ് തന്റെ ക്യാബിനറ്റിലെ ഒരു വ്യക്തിയെ പോലും താൻ പ്രസിഡന്റായി രണ്ടാമത് ചുമതലയേറ്റ ശേഷം ആദ്യമായുള്ള മോദിയുടെ സന്ദർശനത്തിൽ ഇങ്ങനെ ചെയ്ത് നാണം കെടുത്തുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെ കൂടാതെ വൈറ്റ് ഹൗസിലെ ഏതോ ഒരു പ്യൂൺ മാത്രമാണ് അവിടെ എത്തിയത്. ബാക്കിയുള്ള എല്ലാവരും സാരിയും ഉടുത്തു നിൽക്കുന്ന അമ്മായിയും കോൺസുലേറ്റിലെ ഏതോ അമ്മാവന്മാരുമാണ്. പതിവ് പോലെ എല്ലായിടത്തും അരങ്ങേറുന്ന നാണം കെട്ട മോദി മോദി നാടകം ഇവിടെയും കാണിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. അതിന്റെ ഉളുപ്പില്ലാത്ത രംഗങ്ങളാണ് ഇത്. എന്നാണ് ഇവർക്ക് ഇതിൽ ഒരു മടുപ്പ് തോന്നുക. ഇനി മറ്റൊരു വസ്തുത, ഇവിടെ കൂടിയിരിക്കുന്ന പലരും ഇന്ത്യയിൽ നിന്ന് മോദി മോദി വിളിക്കാൻ വേണ്ടി കൊണ്ടുവന്നവരാണ് എന്നുള്ളതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിനുള്ള വ്യക്തമായ തെളിവാണ് ഫെബ്രുവരി 13-ാം തീയതി ഇവിടെ മോദി മോദി വിളിക്കാൻ കൂടിയവരെ UK-യിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. क्या कहना चाहते हैं? मैं तो यहाँ का नहीं हूँ। कहाँ के हैं? मैं वो इंडिया का हूँ। हाँ। Designated person. Don't take it anybody. Sir, don't give the one. So call this. I can show you that. He is the only one. Okay, give me the guy. Okay, which TV you are from? This is Politics Punjab from UK. Huh? Politics Punjab from UK. Okay, let me call to the Soni ji. Okay. He's a Sikh We are. president. He is here. I'm here. Anyone, the one you have designated, let me know. All right? Yeah. I will. Don't do that. എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ മോദി മോദി വിളിക്കാൻ എത്തിയ അമ്മാവൻ പറയുന്ന മറുപടി കേട്ടുകൊള്ളൂ. क्या कहना चाहते हैं? मैं तो यहाँ का नहीं हूँ। कहाँ के हैं? मैं वो इंडिया का हूँ। हाँ। ഞാൻ അമേരിക്കക്കാരൻ അല്ല, ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഇത് കണ്ടുകൊണ്ട് ഇതിന്റെ സംഘാടകരിൽ ഒരാൾ ഓടി വരികയാണ്. പടുത കൊണ്ട് പട്ടിണി മറയ്ക്കുന്നത് പോലെ തന്നെ ആ ഗുജറാത്തിൽ നിന്നും വന്ന അമ്മാവന്റെ അടുത്ത് വന്ന് അയാളോട് പറയുകയാണ് ആരോടും ഒന്നും സംസാരിക്കരുത് എന്ന്. എന്നിട്ട് എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ആരും ഈ മാധ്യമപ്രവർത്തകനോട് സംസാരിക്കരുത്, ഞാൻ സോണിജിയെ വിളിക്കട്ടെ, അയാളോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സോണിജി എന്ന് പറയുന്ന ഗുജറാത്തിയാണ് ഇപ്രാവശ്യം മോദി വന്നപ്പോഴുള്ള മോദി മോദി നാടകത്തിന്റെ സംവിധായകൻ. അതിൽ അഭിനയിക്കാൻ വേണ്ടി നാട്ടിൽ നിന്നും കൊണ്ടുവന്നവരാണ് ഇവരിൽ പലരും. അപ്പോൾ ഈ മോദി മോദി വിളികളുടെ യാഥാർത്ഥ്യം വ്യക്തമായല്ലോ അല്ലേ? ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് കുറച്ച് ആളുകളുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും അതിന്റെ വീഡിയോ തന്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ വീഡിയോകളിൽ ഒന്നും ശബ്ദമില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഒരു മ്യൂസിക് പോലും ഇല്ലാതെ, ഒരു ശബ്ദം പോലും ഇല്ലാത്ത 17 സെക്കൻഡുള്ള വീഡിയോകളാണ് മോദി പങ്കുവച്ചിരിക്കുന്നത്. ആദ്യം ടെസ്ലയുടെ CEO ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ കാണാം. ഇരുപത്തഞ്ച് സെക്കൻഡുള്ള ഈ വീഡിയോയിൽ ഒരു ശബ്ദവുമില്ല, കംപ്ലീറ്റ് സൈലൻസ് ആണ്. മോദി ഇവിടെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് മസ്കുമായി വളരെ പ്രൊഡക്റ്റീവായി ചർച്ച നടത്തി എന്നാണ്. അങ്ങനെ പ്രൊഡക്റ്റീവായ ചർച്ച നടത്തിയെങ്കിൽ ആ ചർച്ച നടത്തുന്നതിന്റെ വീഡിയോ ശബ്ദത്തോടുകൂടി പങ്കുവയ്ക്കേണ്ടതല്ലേ? ഇവിടെ മോദിയുടെ കൂടെ ഒരു വലിയ ടീം തന്നെയാണ് മസ്കുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ മസ്കിന്റെ ഭാഗത്ത് നിന്ന് മസ്കിന്റെ 3 കുട്ടികളുടെ അമ്മയായ ശിവാൻ സീലിസും കുട്ടികളുടെ നാനിയുമാണ് പങ്കെടുക്കുന്നത്.
ഇന്ത്യൻ മീഡിയ എല്ലാം ശിവാൻ സീൽസിന്റെ അമ്മ ഇന്ത്യൻ വംശജയാണ് എന്ന് പറഞ്ഞ് അലമുറ ഇടുകയാണ്. വലിയ ഈ കൂടിക്കാഴ്ച നടത്തുന്നതിന് 3 പിള്ളേരെയും അവരെ നോക്കുന്ന ആയയെയും കൊണ്ടുവരുന്ന കാഴ്ച വളരെ രസകരമാണ് എന്ന് പറയേണ്ടി വരും. ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് മോദിയുടെ കൂട്ടത്തിലുള്ള ടീമിന്റെ IQ മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് തന്റെ 3 കുട്ടികളെയും അവരുടെ ആയയുമായി മസ്ക് എത്തിയത് എന്നാണ്. ഇനി അടുത്തത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്കിൾ വാട്സുമായി കൂടിക്കാഴ്ച നടത്തുന്ന 17 സെക്കൻഡുള്ള സൈലന്റ് വീഡിയോയാണ്. മൈക്കിൾ വാട്സുമായി പ്രൊഡക്റ്റീവായ ചർച്ച നടത്തി എന്നാണ് മോദി പറഞ്ഞത്. പക്ഷേ വീഡിയോയിൽ ശബ്ദമില്ല. വെറും 17 സെക്കൻഡുള്ള ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. ഇതിൽ നിന്ന് ട്രംപിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായി നടത്തിയ ആ പ്രൊഡക്റ്റീവ് ചർച്ചയുടെ വിശദാംശങ്ങൾ വ്യക്തമായി മനസ്സിലാവുമല്ലോ. ഇനി ഇന്ത്യൻ അമേരിക്കൻ വ്യവസായി വിവേക് രാമസ്വാമിയുമായി നടത്തി എന്ന് പറയുന്ന വലിയ ചർച്ചയുടെ വീഡിയോയാണ് ഇത്. ഇത് ശബ്ദമൊന്നുമില്ല, വെറും 17 സെക്കൻഡുള്ള വീഡിയോ ആണ്. മോദിയുടെ ഫുൾ ടീം ഇതിലുമുണ്ട്. രാമസ്വാമിയും അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനുമുണ്ട്. ഇവിടെ പ്രൊഡക്റ്റീവായ ചർച്ച നടത്തിയെങ്കിൽ ആ ചർച്ചയുടെ വീഡിയോ എന്തുകൊണ്ടാണ് പങ്കുവയ്ക്കാതെ ശബ്ദമില്ലാത്ത 17 സെക്കൻഡ് റീൽ പങ്കുവയ്ക്കുന്നത്? ഇനി ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ടീമിലുള്ള തുളസി ഗബാർഡുമായി മോദി നടത്തിയ പ്രൊഡക്റ്റീവ് ചർച്ചയുടെ 19 സെക്കൻഡ് മോദി തന്നെ പങ്കുവച്ച സൈലന്റ് വീഡിയോ ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റീവ് ചർച്ചയും എന്താണെന്ന് വ്യക്തമായല്ലോ. ഇനി അടുത്തതാണ് ഏറ്റവും രസകരമായ വീഡിയോ. 40 സെക്കൻഡുള്ള ഈ വീഡിയോയിൽ 3 സ്ഥലത്താണ് ശബ്ദമുള്ളത്. ബാക്കിയെല്ലാം വെറും സൈലൻസ് ആണ്. We missed you. We missed you a lot. Here's some of our friends. ഇതും മോദി തന്നെ പങ്കുവച്ചതാണ്. ട്രംപ് വളരെ സ്നേഹത്തോടെ മോദിയെ വൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്തു എന്നും പറഞ്ഞ് ഇതിൽ ആദ്യത്തെ ശബ്ദം മോദി പറയുന്നതാണ്. 25 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മോദി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വ്യക്തമായത്. ഗ്രേറ്റ് ടു സീ യു അഗെയിൻ എന്നാണ് മോദി ട്രംപിനോട് പറയുന്നത്. ആ ഗ്രേറ്റ് ടു സീ യു അഗെയിൻ എന്ന് മോദി ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടാൽ ഛർദ്ദിക്കാൻ വരും എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഇനി ശബ്ദം വരുന്നത് ട്രംപ് വി മിസ്ഡ് യു എന്ന് പറയുന്നതാണ്. അതിനുശേഷം പറയുന്നത് വി മിസ്ഡ് യു എ ലോട്ട് എന്ന്. ഇനി മൂന്നാമതായുള്ള ഭാഗം ഹിയർ ആർ സം ഓഫ് അവർ ഫ്രണ്ട്സ് എന്ന് ട്രംപ് പറയുന്നതാണ്. ഈ 3 സ്ഥലത്ത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം വെറും നിശബ്ദതയാണ്. ട്രംപ് വി മിസ്ഡ് യു എ ലോട്ട് എന്ന് മോദിയോട് പറഞ്ഞത് അതിഭയങ്കരമായ സ്നേഹത്തിന്റെ തെളിവാണ് എന്നാണ് മന്ദഭക്തരും ഗോദി മീഡിയയും പ്രചരിപ്പിച്ചത്. ഇനി മോദി അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിലേക്ക് കടന്നു വരുമ്പോഴുള്ള സ്വീകരണമാണ് ഏറ്റവും വലിയ ക്രൂരമായ അപമാനം. ഇവിടെയും ട്രംപ് പുറത്തു വന്ന് മോദിയെ ആനയിച്ചുകൊണ്ട് പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ കഷ്ടമാണ്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട വൈറ്റ് ഹൗസിന്റെ ഒരു പ്രതിനിധിയെ പോലുമല്ല മോദിയെ ഉള്ളിലേക്ക് ക്ഷണിച്ച് ആനയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ എന്നുകൂടി പറയുമ്പോൾ കാര്യം വ്യക്തമാകുമല്ലോ. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. മോദി ഇവിടെ വന്നിറങ്ങുമ്പോൾ വൈറ്റ് ഹൗസിലെ ഏതോ ഒരു പ്യൂൺ മാത്രമാണ് മോദിയെ ആനയിച്ചുകൊണ്ട് കയറിപ്പോകുന്നത്. മോദി അമേരിക്കയിൽ എത്തുന്നതിനു മുൻപ് ജപ്പാൻ പ്രധാനമന്ത്രിയും ജോർദാന്റെ രാജാവും ഇസ്രായേൽ പ്രധാനമന്ത്രിയും വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവരെ 3 പേരെയും ട്രംപ് നേരിട്ട് വാതിൽക്കൽ വന്ന് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. വൈറ്റ് ഹൗസിന്റെ മുൻപിൽ നിന്ന് ഫോട്ടോയും എടുത്ത് പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയും പറഞ്ഞാണ് ട്രംപ് അവരെ വളരെ മാന്യതയോടെയും മര്യാദയോടെയും സ്വീകരിച്ചത്. ആദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പുറത്തിറങ്ങി വണ്ടിയിൽ നിന്നും കൈപിടിച്ചിറക്കി സ്വീകരിക്കുന്നത് കണ്ടുകൊള്ളൂ.
അടുത്ത ജപ്പാന്റെ പ്രധാനമന്ത്രിയെ ഇതേപോലെ വളരെ ബഹുമാനത്തോടെ പുറത്തു വന്ന് ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുന്നതാണ്. ഇനി വളരെ ചെറിയ രാജ്യമായ ജോർദാന്റെ കിങ് അബ്ദുള്ളയെ എത്ര ബഹുമാനത്തോടു കൂടിയാണ് വൈറ്റ് ഹൗസിന് പുറത്ത് വാതിൽക്കൽ വന്ന് ട്രംപ് സ്വീകരിക്കുന്നത് എന്നതും കണ്ടുകൊള്ളൂ. Mr. President, are you confident the king will back your plan for the Palestinian people? ഈ സ്ഥാനത്താണ് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഏതോ ഒരു പ്യൂണിനെ വിട്ട് അകത്തേക്ക് വിളിപ്പിക്കുന്നത്. എത്ര നാണം കെട്ട അവസ്ഥയാണ് ഇത് എന്ന് ഓർക്കണം. അപ്പോൾ എത്ര വലിയ സ്വീകരണമാണ് ട്രംപ് മോദിക്ക് നൽകിയത് എന്നത് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടല്ലോ അല്ലേ. ഇനി സ്വീകരണം മോശമായെങ്കിലും ഇന്ത്യക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം നടന്നെങ്കിൽ അതെങ്കിലുമായി എന്ന് ആശ്വസിക്കാമായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നാളെ ഇറക്കുമ്പോൾ കാണാൻ മറക്കല്ലേ.